Good morning, my dear students. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗത്തിലെ വേർഡ് പ്രോബ്ലംസാ തുടങ്ങിയില്ലേ, കൂട്ടലും കുറയ്ക്കലും. ഡെസിമൽ നമ്പേഴ്സിന്റെ കൂട്ടലും കുറയ്ക്കലുമാണ് ചെയ്തത്. അതിൽ 2 കണക്കുകൾ ചെയ്തു തോന്നുന്നു. ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തില്ലേ? കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ആ വേർഡ് പ്രോബ്ലംസ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. നമ്മൾ 2 കണക്ക് ചെയ്തു. അതായത് ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും ഡെസിമൽ ഫോംസിൽ, അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ തന്നാൽ അതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എങ്ങനെയാ കാണാന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ച് നിർത്തിയില്ലേ. അതായത് ഏതൊരു ഷേപ്പിന്റെയും ചുറ്റളവ് അഥവാ പെരിമീറ്റർ കാണാനായിട്ട് അതിന്റെ സൈഡ് ലെങ്ത് ആഡ് ചെയ്താൽ മതി എന്നുള്ളത് പറഞ്ഞു. സ്ക്വയറിന്റെ അതുപോലെ റെക്ടാങ്കിളിന്റെ ഒക്കെ പെരിമീറ്റർ കാണാൻ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് ട്രയാങ്കിളിന്റെ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഇനി അതിൽ തന്നെ 3ാമത്തെ വേർഡ് പ്രോബ്ലം ഒന്ന് നോക്കുക. നമുക്ക് ലാസ്റ്റ് എക്സസൈസ് ആണ് കേട്ടോ ലെസണിലെ. 3ാമത്തെ എന്താണ്? എ സാക്ക് ഹാസ് 48.75 kilograms ഓഫ് റൈസ് ഇൻ ഇറ്റ്. ഒരു ചാക്കില് ഓൾറെഡി 48.75 കിലോഗ്രാം അരിയുണ്ട്. ഫ്രം ദിസ്, അതിൽ നിന്ന് 16.5 kilograms was given to വേണു. അതിൽ നിന്ന് 16.5 കിലോഗ്രാം ആർക്ക് കൊടുത്തു? വേണുവിന് കൊടുത്തു. ആൻഡ് 12.48 കിലോഗ്രാം ടു തോമസ്. പിന്നെയും അതിൽ നിന്ന് 12.48 കിലോഗ്രാം തോമസിനും കൊടുത്തു. ഹൗ മച്ച് റൈസ് ഈസ് നൗ ഇൻ ദ സാക്ക്. ഈ കൊടുത്തതിന് ശേഷം ചാക്കില് ബാക്കിയുള്ള അരിയുടെ അളവ് എത്രയാണെന്ന ചോദ്യം. അപ്പൊ ഇത് സബ്ട്രാക്ഷനാ വരണേ അല്ലേ. അപ്പൊ എന്താണ്, സാക്കിൽ ആകെ ഉള്ളത് ടോട്ടൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 3ാമത്തെ കണക്കാ ചെയ്യുന്നത് കേട്ടോ. ടോട്ടല് എത്രയാണ്? 48.75 കിലോഗ്രാം ആണ് ഉണ്ടായിരുന്നത്. വേണുവിന് കൊടുത്തതിന് ശേഷം എത്രയാണ്? എന്ത് ചെയ്യണം? 48.75 മൊത്തം ഉള്ളതിൽ നിന്ന് വേണുവിന് എത്രയാ കൊടുത്തത്? 16.5 ആണ്. അപ്പൊ 16 പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട്, സ്ഥാനവിലകൾ അനുസരിച്ചിട്ട് സംഖ്യകൾ താഴെ കേട്ടോ. അപ്പൊ സബ്ട്രാക്ഷൻ വരുമ്പോ വേണമെങ്കിൽ ഇവിടെ ഒരു 0 ഇട്ടോളൂ. ലൈക്ക് ഡെസിമൽ ആക്കിയതിന് ശേഷം സബ്ട്രാക്ട് ചെയ്താലും മതി. അപ്പൊ എന്താ വരിക നോക്കൂ. 5 7 5 7 എത്രയാ? 2. സാധാരണ സബ്ട്രാക്ട് ചെയ്യണ പോലെ 6 7 8 2 3. അപ്പൊ വേണുവിന് കൊടുത്തതിന് ശേഷം എന്റെ കയ്യിൽ അല്ലെങ്കിൽ ചാക്കിലുള്ള അരിയുടെ അളവ് 32.25 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഉണ്ടായിരുന്നതിൽ ആർക്കും കൂടി കൊടുത്തു? തോമസിന് എത്ര കൊടുത്തു? 12.48 കൊടുത്തു. അപ്പൊ ഈ ഉള്ളതിൽ നിന്ന് എന്ത് വേണം? 12.48 കൂടെ കുറയ്ക്കണം അല്ലേ. അപ്പൊ നോക്കി നോക്കൂതാ, ഇതിൽ നിന്ന് ഞാൻ കടെടുത്തു. ഇവിടെ 1 ആയി, ഇവിടെ 15 ആയി. സാധാരണ സബ്ട്രാക്ട് ചെയ്യണ പോലെ തന്നെ 7 ആണ്. അപ്പൊ ഇവിടെ മൂല്യം, അപ്പൊ ഇവിടുന്ന് കടെടുത്തു. ഇവിടെ 11 ആയി, 7. പിന്നെ ഇതും മൂല്യം, അപ്പൊ ഇവിടെ 2 11 ആയപ്പോ 9 1 19.77 ആണ് വരുന്നേ തോന്നുന്നു അല്ലേ. 19.77 കിലോഗ്രാം. ഇത് 2 തരത്തിൽ ചെയ്യാം. എങ്ങനെയാണെന്നറിയുമോ? വേണുവിനും തോമസിനും കൂടി ഒരുമിച്ച് ആകെ എത്ര കിട്ടി എന്നുള്ളത് കണ്ടെത്താം. അതെങ്ങനെയാ? വേണുവിന് കിട്ടിയത് എത്രയാണോ അത് പ്ലസ് തോമസിന് കിട്ടിയത്. ഒരൊറ്റ ഇതിൽ നമുക്ക് കണ്ടെത്താനായിട്ട് ഒരൊറ്റ സബ്ട്രാക്ഷന് വേണ്ടിയുള്ളൂ. ഇപ്പൊ 2 സബ്ട്രാക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്തു. അതില്ലാണ്ട് ഒരൊറ്റ സബ്ട്രാക്ഷൻ, ഒരൊറ്റ മൈനസ് ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം മൊത്തം ഉള്ളത്, ചാക്കിലുള്ളത് ഇത്രയാണ്. വേണുവിനും തോമസിനും കൂടി മൊത്തം കിട്ടിയത് എത്രയാണെന്നുള്ളത് നോക്കാം. വേണുവിന് കിട്ടിയത് പ്ലസ് തോമസിന് കിട്ടിയത്, അപ്പൊ മൊത്തം അവർക്ക് കിട്ടിയതായിരുന്നു. അത് രണ്ടും കൂടി കൂട്ടിയ സംഖ്യ എത്രയാണോ അത് ഈ ചാക്കിലുള്ള അരിയിൽ നിന്ന് കുറച്ചാൽ അതല്ലേ മൊത്തം പോയത്. ആ രീതിയിലും വേണമെങ്കിൽ ചെയ്യാം, അല്ല ഇതുപോലെ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. ഇതാണ് 3ാമത്തെ കണക്ക്. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. ഇനി 4ാമത്തെ കണക്ക്. അതിൽ എന്താ പറയുന്നത്? നാലാമത്തെ കണക്ക് വേർഡ് പ്രോബ്ലം. 4ാമത്തെ എന്താ? വിച്ച് നമ്പർ ആഡഡ് ടു 16.254. ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തു. എന്തിന്റെ കൂടെ? 16.254 ഈക്വൽ ടു എത്ര കിട്ടി? 30. ഏതോ ഒരു നമ്പർ 16.254ന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ 30 കിട്ടിയെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം.
നമ്മൾ ഡെസിമൽ അല്ലാണ്ട് സാധാരണ പോലെ നോക്കി നോക്കും. ഏതോ ഒരു നമ്പർ 10ന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ 30 കിട്ടി എങ്കിൽ സംഖ്യ ഏത് എന്നുള്ളത് എങ്ങനെയാ കണ്ടെത്തുക? ആഡ് ചെയ്ത സംഖ്യയിൽ നിന്ന് ഒരു സംഖ്യ കുറയ്ക്കല്ലേ വേണ്ടു, നല്ല മറ്റേ സംഖ്യ കിട്ടുക. അതേപോലെ തന്നെയല്ലേ ഇവിടെയും ചെയ്യുക. നമ്മള് 30ൽ നിന്ന് 10 കുറച്ചു, 20 പ്ലസ് 10 തന്നെയല്ലേ 30 കിട്ടുക. അതേപോലെ ഏതോ ഒരു സംഖ്യ ഇതിന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ 30 കിട്ടി എന്നുണ്ടെങ്കിൽ സംഖ്യ കിട്ടാൻ എന്താ ചെയ്യാ? 30ൽ നിന്ന് 16.254 കുറയ്ക്കണം. അപ്പൊ ഇത് ലൈക്ക് ഡെസിമൽ ആക്കിയതിന് ശേഷമേ കുറയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ വെറുതെ ഒരു പോയിന്റ് ഇട്ടിട്ട് 3 0 എഴുതി. ഞാൻ സബ്ട്രാക്ട് ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം കേട്ടാ. ലൈക്ക് ഡെസിമൽ ആക്കാൻ ഇവിടെ വെറും 30 ഉണ്ടായിരുന്നുള്ളൂ. അത് ഡെസിമൽ ആക്കാൻ 0.000. ഈ സീറോസിലൊന്നും വരില്ല. ഇതിന്റെ അർത്ഥം 30 എന്ന് തന്നെയാണ്. സബ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ദാ ഇവിടെ നിന്ന് 2 നമ്മൾ കണ്ടെടുക്കണ്ടേ എന്തായാലും. അപ്പൊ ഇവിടെ 10 ആയി, ഇവിടെ 9, ഇവിടെയും 9, ഇവിടെയും 9. സബ്ട്രാക്ഷൻ ഒക്കെ അറിയാലോ അല്ലെ? സാധാരണ ഇപ്പൊ ഡെസിമലിന് സബ്ട്രാക്ഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, കണ്ടെടുത്ത് ചെയ്യേണ്ടത് അറിയാലോ അല്ലേ? അപ്പൊ 4 ഇത് 6, ഇത് 4 7, ഇവിടെയോ 3 1. 13.746 എന്നാണ് ആൻസർ കിട്ടുക. ഇത് ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ എന്താ ചെയ്യാ? ഈ 2 സംഖ്യകളും കൂടി കൂട്ടി നോക്കുക. കിട്ടിയ ഉത്തരവും തൊട്ട് മുകളിലത്തെ സംഖ്യയും കൂടി കൂട്ടി 30 ആണ് കിട്ടണത് എങ്കിൽ നമ്മുടെ ഉത്തരം ശരിയാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം മുതലേ ചെയ്തു തുടങ്ങണം കേട്ടോ. ഇത് മനസ്സിലായല്ലോ? ഏതോ ഒരു സംഖ്യ 16.254 കൂടി കൂട്ടിയപ്പോൾ 30 കിട്ടി എങ്കിൽ സംഖ്യ ഏത്? കൂട്ടി കിട്ടിയ സംഖ്യയിൽ നിന്ന് ഏത് സംഖ്യയാണോ കൂട്ടിയത് അത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനോട് കൂടി കൂട്ടിയ സംഖ്യ എന്താണെന്ന് കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈക്ക് ഡെസിമൽ ആക്കിയതിനു ശേഷമേ സബ്ട്രാക്ഷൻ പാടുള്ളൂ. ആഡ് ചെയ്യാൻ അത് വേണമെന്നില്ല, പക്ഷെ സബ്ട്രാക്ഷന് അതിന്റെ ആവശ്യമുണ്ട്. അതിനാണ് 30.000 എന്നിട്ടിട്ടാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തത് കേട്ടോ. ഇനി എന്താണ് അഞ്ചാമത്തെ കണക്ക്? അഞ്ചാമത്തെ പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് വൺ എന്താ? ഫൈസൽ ട്രാവൽഡ് 3.75 കിലോമീറ്റർ ഓൺ ബൈസിക്കിൾ. ഫൈസല് 3.75 കിലോമീറ്റർ സൈക്കിളിൽ പോയി. 12.5 കിലോമീറ്റർ ഇൻ ബസ്, 12.5 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്തു. ആൻഡ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് ഓൺ ഫുട്ട്, ബാക്കിയുള്ള ദൂരം അവൻ നടന്നു. ഹി ട്രാവൽഡ് 17 കിലോമീറ്റർ ഇൻ ഓൾ, അവൻ ആകെ ഈ സൈക്കിളിലും ബസ്സിലും നടന്നിട്ടും ഒക്കെ കൂടി അവൻ ആകെ യാത്ര ചെയ്തത് 17 കിലോമീറ്റർ ആണ് ആകെ ആ ദിവസം യാത്ര ചെയ്തത് എങ്കിൽ വാട്ട് ഡിസ്റ്റൻസ് ഡിഡ് ഹി വാക്ക്, എങ്കിൽ അവൻ നടന്ന ദൂരം എത്ര എന്നാണ് ചോദ്യം. അതായത് കുറച്ചു ദൂരം ബൈസിക്കിളിൽ പോയി, കുറച്ചു ദൂരം അവൻ ബസ്സിന് പോയി, കുറച്ചു ദൂരം നടന്നിട്ടും പോയി. അങ്ങനെ ഈ 3 തരത്തിലും അവൻ യാത്ര ചെയ്തത് ആകെ 17 കിലോമീറ്റർ ആണ് എങ്കിൽ നടന്ന ദൂരം എത്ര? അപ്പൊ ടോട്ടൽ ആയിട്ട് അവൻ യാത്ര ചെയ്തത് അന്നത്തെ ദിവസം 17 കിലോമീറ്റർ ആണ്. ബസ്സിലും ബൈസിക്കിൾ അല്ലെ, ബൈസിക്കിളും അതെ, ബസ്സിലും ബൈസിക്കിളിലും കൂടി ആകെ യാത്ര ചെയ്ത ദൂരാണ് പിന്നെ കാണുന്നത് അല്ലെ. എങ്ങനെയാ അത് ചെയ്യാ? ബസ് ആകെ ടോട്ടൽ അവൻ ആ ദിവസം 17 കിലോമീറ്ററാ യാത്ര ചെയ്തേ. ബസ്സിൽ ഇത്ര, ബൈസിക്കിളിൽ ഇത്ര എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ കാണാൻ പോണെന്ന് അറിയോ? ബസ്സിലും ബൈസിക്കിളിലും കൂടി ആകെ യാത്ര ചെയ്ത ദൂരാണ് ഇനി കാണാൻ പോണേ. അതെങ്ങനെയാ? ആഡ് ചെയ്യല്ലേ വേണ്ടു. 3.75 പ്ലസ് 12.5 ഇത് ആഡ് ചെയ്യേണ്ടതൊക്കെ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാല് ലൈക്ക് ഡെസിമല് അല്ലെങ്കിൽ അതാത് സ്ഥാനവിലകളെ അതിന്റെ അടിയിൽ എഴുതാൻ പാടുള്ളൂ. 12 എന്നുള്ളത് ഈ 1 3യുടെ അടിയിൽ എഴുതാൻ പാടുണ്ടോ? ഇല്ല, കാരണം 1ന്റെ പ്ലേസ് ടെൻസ് ആണ്. അപ്പൊ ടെൻസിന്റെ മുകളിൽ ഇപ്പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് ആക്കാണ്ടേയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ സബ്ട്രാക്ഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും ലൈക്ക് ഡെസിമൽ ആക്കിയതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 7 പ്ലസ് 3 12 1 ബാലൻസ് 0.2 3 പ്ലസ് 2 5 പ്ലസ് 1 6. ഇത്രയും കിലോമീറ്റർ ആണ് അവൻ ബൈസിക്കിളിലും ബസ്സിലും കൂടി യാത്ര ചെയ്തത്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താ?
ആകെ 17 കിലോമീറ്റർ ആണ് അവൻ യാത്ര ചെയ്തത്. ബസ്സിലും ബൈസിക്കിളിലും കൂടി ആകെ യാത്ര ചെയ്തത് 16.25 കിലോമീറ്റർ ആണ്. അപ്പൊ ബാക്കിയുള്ള ദൂരാവില്ലേ ഓൺ ഫുട്ട് നടന്നത്? അതെങ്ങനെയാ കാണാം? മൊത്തം യാത്ര ചെയ്തതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ രണ്ടിലും കൂടി യാത്ര ചെയ്തത് എത്രയാണോ അത് സബ്ട്രാക്ട് ചെയ്യല്ലേ വേണ്ടേ? അപ്പൊ അതാ നോക്കൂ, ഇത് ലൈക്ക് ഡെസിമൽ സബ്ട്രാക്ഷന്റെ കേസില് ലൈക്ക് ഡെസിമൽ ആക്കിയതിന് ശേഷമേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 17.00 എന്ന് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് സബ്ട്രാക്ഷൻ പാടുള്ളൂ. അല്ലാതെ മുകളിലൊന്നുമില്ല അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട, 5 ഇറക്കിയിട്ടു 2 ഇറക്കിയിട്ടു എന്ന് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 17.00 എന്നിട്ടതിന് ശേഷം പ്ലേസുകൾ കറക്റ്റ് ആയിട്ട് അതിന്റെ മുകളിൽ പ്രത്യേകിച്ച് സബ്ട്രാക്ഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ അതേ ഇവിടെ ഞാൻ 6 ആക്കി, ഇവിടെയും 9, ഇവിടെ 10 അല്ലേ? അപ്പൊ 5, 7, 0 അല്ലേ വരിക? അപ്പൊ 0.75 കിലോമീറ്റർ ആണ് എന്ത് ചെയ്തത്? അവൻ നടന്ന ദൂരം 0.75 കിലോമീറ്റർ ആണ് അവൻ നടന്നത് എന്നുള്ളത് നമുക്ക് കിട്ടിയല്ലോ. 5ാമത്തെ കണക്ക് കിട്ടിട്ടോ. 6ാമത്തെ നോക്കാം നമുക്ക്. മഹാദേവൻസ് ഹൗസ് ഈസ് 4 കിലോമീറ്റർ ഫ്രം ദി സ്കൂൾ. മഹാദേവന്റെ വീട് സ്കൂളിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ്. He travels 2.75 kilometer of this distance in a bus. അവൻ വീട്ടിൽ നിന്ന് 2.75 കിലോമീറ്റർ ബസ്സിന് സഞ്ചരിച്ചു. And the remaining on foot, what distance does he walk? അത് ഹോംവർക്ക് ഇപ്പൊ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാവുന്നതാ. എങ്ങനെ ചെയ്യാ? ആകെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് 4 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 4 കിലോമീറ്റർ ആണ്. അതില് 2.75 കിലോമീറ്റർ അവൻ ബസ്സിന് പോയി. ബാക്കിയുള്ള ദൂരം അവൻ നടന്നു. എങ്കിൽ നടന്ന ദൂരം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാ ചെയ്യുക? ആദ്യം ഈ ആകെയുള്ള 4 കിലോമീറ്ററിൽ നിന്ന് ബസ്സിൽ പോയ ദൂരമായ 2.75 കിലോമീറ്റർ കുറയ്ക്കല്ലേ വേണ്ടൂ. അപ്പൊ നമുക്ക് ആ ആൻസർ കിട്ടുമല്ലോ. നടന്ന ദൂരം എത്രയാണുള്ളത് അത് ഹോംവർക്ക് ചെയ്തിട്ട് വരണം കേട്ടോ അടുത്ത ദിവസം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ? സൂസൻ ബോട്ട് എ ബാങ്കിൾ വെയിങ് 7.4 gram. സൂസൻ ഒരു ബാങ്കിൾ വാങ്ങി, വള വാങ്ങി. എത്ര വെയിറ്റ്? എത്രയാ അതിന്റെ? 7.4, 7.4 gram ആണ് അതിന്റെ വെയിറ്റ്. ആൻഡ് എ നെക്ലസ് വെയിങ് 10.8 gram. അവള് നെക്ലസും വാങ്ങി, അതിന്റെ വെയിറ്റ് എത്രയാണ്? 10.8 ഗ്രാമിന് അവള് നെക്ലസും വാങ്ങി, മാലയും വാങ്ങി. She bought a ring also and the total weight of all 3 is 20. അത് കഴിഞ്ഞിട്ട് അവള് ബാങ്കിൾ വാങ്ങി, അതിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ ഒരു നെക്ലസ് വാങ്ങി, അതിന്റെയും വെയിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഒരു റിങ്, ഒരു മോതിരം കൂടി അവള് വാങ്ങി, അതിന്റെ വെയിറ്റ് തന്നിട്ടില്ല. പക്ഷെ ഈ 3 ഐറ്റംസും കൂടിയിട്ടുള്ള ആകെ വെയിറ്റ് 20 gram ആണ്. എങ്കിൽ റിങ്ങിന്റെ വെയിറ്റ് എത്ര എന്നാണ് ചോദ്യം. അതായത് 7ാമത്തെ ബാങ്കിളിന്റെ വെയിറ്റ് 7.4 gram. നെക്ലസിന്റെ വെയിറ്റ് എത്രയാണ് വരുന്നത്? 10.8 gram. ഇതിന്റെ കൂടെ ഒരു റിങ്ങും കൂടെ വാങ്ങിയിട്ടുണ്ട് അല്ലേ? പക്ഷെ ആ റിങ്ങിന്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു? ബാങ്കിളിന്റെയും നെക്ലസിന്റെയും കൂടി ആകെ വെയിറ്റ് കാണും. ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ബാങ്കിൾ ആൻഡ് നെക്ലസ് എങ്ങനെയാ? 7.4 പ്ലസ് 10.8. 10 എഴുതിയേക്കണം കണ്ടോ? 7ന്റെ അടിയിലാണ് 0 വരണ്ടേ കേട്ടാ. പ്ലേസ് വാല്യൂ പ്ലേസ് അനുസരിച്ചിട്ട് എഴുതാൻ പാടുള്ളൂ. വീണ്ടും പറയണം. 8 plus 4 12, 1 balance, 7 plus 1 8, 18 point. ക്ലാരിറ്റി കുറവുണ്ടോ? 18.2 gram ആണ് നമുക്ക് കിട്ടിയത്. എന്ത്? ബാങ്കിളിന്റെയും നെക്ലസിന്റെയും കൂടി ആകെ വെയിറ്റ് 18.2 gram ആണ്. എന്നിട്ട് അവൾ ഒരു റിങ്ങും കൂടെ വാങ്ങി, മൊത്തം 20 gram ആണ്. റിങ്ങിന്റെയും കൂട്ടിയിട്ട് 20 gram ആണെങ്കിൽ റിങ്ങിന്റെ മാത്രം എങ്ങനെയാ കാണുക?
റിങ്ങിന്റെ വെയിറ്റ് കാണാനായിട്ട് മൊത്തമുള്ള ഈ 20 ഗ്രാമിൽ നിന്ന് ഈ രണ്ടെണ്ണത്തിന്റെയും വെയിറ്റ് കുറച്ചാൽ പോരെ 18.2. അപ്പൊ 0.2 വരുമ്പോ ഇവിടെ 0.0 വേണം എന്തേ? സബ്ട്രാക്ഷനിൽ ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് ഡെസിമൽ ആക്കി മാറണം. രണ്ടാമത് എഴുതിയ സംഖ്യയുടെ പോയിന്റ് കഴിഞ്ഞിട്ട് സംഖ്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? മുകളിൽ എഴുതിയ സംഖ്യയുടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര ഡിജിറ്റുകൾ ഉണ്ടോ അത്രയും സീറോസുകൾ നമ്മൾ എഴുതേണ്ടി വരും കേട്ടോ. അപ്പൊ നമ്മൾ ഇതാ ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കട്ടിംഗ് മെത്തേഡ് ബോറോയിങ് ആണ് ചെയ്യണേ. അപ്പൊ 2 8 1 അപ്പൊ എത്ര വന്നു? നമുക്ക് 1.8 ഗ്രാം ആണ് എന്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്? റിങ്ങിന്റെ വെയിറ്റ് 1.80 അല്ലെങ്കിൽ 1.8 ഗ്രാം എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ എന്താ ചെയ്തേ? മൊത്തമുള്ള വെയിറ്റ് 20 ആയിരുന്നു. അതിൽ ബാങ്കിളുടെ വെയിറ്റും നെക്ലസിന്റെ വെയിറ്റും തന്നിട്ടുണ്ടായിരുന്നു. ആ രണ്ടിന്റെയും വെയിറ്റ് ആകെ കണ്ടെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? മൊത്തം നമ്മൾ ആ കടയിൽ നിന്ന് എടുത്ത ആഭരണങ്ങളുടെ വെയിറ്റിൽ നിന്ന് ഈ രണ്ട് കൂട്ടത്തിന്റെയും വെയിറ്റ് ആഡ് ചെയ്തത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ ബാക്കിയുള്ളതായിരിക്കും നമ്മൾ അവസാനം വാങ്ങിയ റിങ് മോതിരത്തിന്റെ വെയിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി 8th വൺ നോക്കി നോക്കൂ. ഫ്രം a 10.5 meter rod and 8.05 centimeter is cut off. 10.5 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് ദണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് കമ്പി, അതിൽ നിന്ന് 8.05 സെന്റിമീറ്റർ, 2 മീറ്റർ സെന്റിമീറ്റർ തന്നെയാണ് കേട്ടോ. രണ്ടും ഒരേ അളവ് തന്നെ ആക്കിയുള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മീറ്ററും സെന്റിമീറ്ററും ആയിട്ടാണ് തന്നേക്കണേ. 2 മീറ്റർ ആക്കിയാൽ മതി കേട്ടോ. 8.05 മീറ്റർ എന്നാക്കും. സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ്. അപ്പൊ 10.5 മീറ്റർ നീളമുള്ള ഇരുമ്പ് ദണ്ടിൽ നിന്ന് 8.05 മീറ്റർ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞുവെങ്കിൽ ബാക്കിയുള്ളതിന്റെ വെയിറ്റ് എത്ര? ഡയറക്റ്റ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യല്ലേ വേണ്ടു. അതും ഹോംവർക്ക് ചെയ്തിട്ട് വരണം കേട്ടോ. 8ാമത്തെ. ഇനി 9ാമത്തെ നോക്കൂ. അതായത് 10.5 മൈനസ് 8.05. അപ്പൊ രണ്ടാമത്തേല് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയുണ്ട്. അപ്പൊ 10.50 എന്ന് എഴുതിയിട്ടേ സബ്ട്രാക്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. 8th ക്വസ്റ്റ്യനില്. 9th നോക്കി നോക്കൂ. We add 10.864 and the number got by interchanging the digits in its tens and hundreds place. Hundreds അല്ല, thousands ആണ് അല്ലേ? നോക്കാം നമുക്ക്. ഓക്കെ, എന്താ പറയണേ? 9th ക്വസ്റ്റ്യൻ. അതിലെ 9th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. We add 10.864 10.864 കൂടെ എന്താ ആഡ് ചെയ്യേണ്ടത്? And the number got by interchanging the digits in its tenth and thousands place. ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ 10.864 എന്നുള്ള സംഖ്യയുടെ 10ന്റെയും 1000ന്റെയും പ്ലേസ്, 10th അതായത് ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള 10th പ്ലേസിന്റെയും 1000th പ്ലേസിന്റെയും സംഖ്യകൾ അഥവാ ഡിജിറ്റുകൾ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ന് വെച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഏതൊക്കെ പ്ലേസിലെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ? 10th പ്ലേസിലെയും 1000th പ്ലേസിലെയും 1/10 സ്ഥാനത്തെയും 1/1000 സ്ഥാനത്തിന്റെയും ഡിജിറ്റുകൾ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ എത്രയാ വരിക? 4, 6, 8 അല്ലെ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടിയാൽ എന്താ വരുന്നത്? 10.468. ഇങ്ങനെയുള്ള ഈ രണ്ട് സംഖ്യ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 10.468. അപ്പൊ ഇന്റർചേഞ്ച് ചെയ്യാന്നുള്ളത് മനസ്സിലായോ? 10.864 കൂടെ എന്ത് കൂട്ടണം? 10ന്റെയും 1000ന്റെയും ഈ പ്ലേസിലുള്ള സംഖ്യകൾ അങ്ങോട്ടും കൂടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ 4 എന്നുള്ളത് ഇങ്ങോട്ടും വരണം, 8 എന്നുള്ളത് അങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ എന്താണ്? അതോടൊപ്പം അതിൽ ഒന്നും കൂടി ഉണ്ട്, ഇവയുടെ വ്യത്യാസവും എന്താണ്?
അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്ത് നോക്കി നോക്കാം എന്താ സംഖ്യ വരുന്നതെന്ന്. 10.4668 നടുവിലത്തെ സംഖ്യക്ക് വ്യത്യാസമില്ല കേട്ടോ. 8 + 4 12, 13, 3 അല്ലേ, 1 2 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 21.338 എന്ന് കിട്ടുന്നു. ഇത് തന്നെ നമ്മളോട് പറയാണ് സബ്ട്രാക്റ്റും ചെയ്ത വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദീസ് ടു നമ്പേഴ്സ്, ഇവയുടെ വ്യത്യാസവും എത്രയാണ്. അപ്പൊ അത് നമ്മൾ കാണുന്നു 864 മൈനസ് 10.468. അപ്പൊ മുകളിലത്തെ സംഖ്യ ചെറുതാണെങ്കിൽ ബോളോ ചെയ്യണ്ടേ. അപ്പൊ ഇത് 14. എത്രയാ വരുന്നത്? 8. എത്രയാ വരിക? 8. 14 നിന്ന് 8 കുറച്ചാൽ എന്ത് വരുന്നു? 6. 6ആണ്. ഇവിടെയും വീണ്ടും ബോറോ ചെയ്യണം. 15. 6 15 ആവാൻ എത്രയാ? 9. യെസ്. ഇനി ഇതിൽ ബോറോ ചെയ്യണ്ട. 0.396 എന്നാണ് ആൻസർ കിട്ടുന്നത് സബ്ട്രാക്ട് ചെയ്യുമ്പോ. അപ്പൊ ഇത് പ്രത്യേകം ഇന്റർചേഞ്ച് ചെയ്തു എന്നൊക്കെ പറയുമ്പോ പേടിക്കൊന്നും വേണ്ട. പ്ലേസുകൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായ ഇതൊന്നും ചെയ്യാൻ പ്രശ്നമില്ല. 10th പ്ലേസിലെയും 1000th പ്ലേസിലെയും സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ട് കൂട്ടുകയും വേണം കുറയ്ക്കുകയും വേണം എന്നേ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. 10th ക്വസ്റ്റ്യൻ എന്താണ്? When 12.45 is added to a number and then 8.75 subtracted, the result was 7.34. What's the original number? എന്താണ് പറയുന്നത്? റിസൾട്ട് 7.34 ആണ്. അത് നമുക്ക് നോക്കാലോ, എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇതിന്റെ അർത്ഥം എന്താന്നുള്ളത് മനസ്സിലാവണ്ടേ? നമുക്ക് നോക്കാം. എന്താണ്? 10th ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയണത്? 12.45 പ്ലസ് ഒരു നമ്പർ, അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു എന്ത്? 8.75. അപ്പൊ എനിക്ക് റിസൾട്ട് 7.34 കിട്ടി. ഇതല്ലേ അത് മീൻ ചെയ്യണത്? വാട്ട് ഈസ് ദി ഒറിജിനൽ നമ്പർ എന്നാണ് ചോദിക്കുന്നത്. അതായത് 12.45ന്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്തു, എന്നിട്ട് കിട്ടിയ ഉത്തരത്തിൽ നിന്ന് 8.75 സബ്ട്രാക്ട് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടിയ അല്ല ഒരു ആൻസർ നമുക്ക് 7.34 കിട്ടിയെങ്കിൽ ആ ആഡ് ചെയ്ത നമ്പർ എത്ര എന്നാണ് ചോദ്യം. അതെങ്ങനെയാ കാണുക? ആദ്യം എന്തെങ്കിലും ഓരോന്നായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പോവാട്ടാ. ഓരോന്നായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നു. ആദ്യം എന്ത് ചെയ്യണു? നമ്മളെ 12.x, ഈ സംഖ്യ x ആണെന്ന് നമ്മൾ വിചാരിച്ചു. നമ്മൾ ഏത്? ഈ 12.45ന്റെ കൂടെ ഏതോ ഒരു സംഖ്യ, ആ സംഖ്യ അറിയാത്തോണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വെറുതെ x എന്ന് വിചാരിച്ചു. എക്സോ വൈയോ സെഡോ എയോ ബിയോ സിയോ ഏത് വേണമെങ്കിൽ വിചാരിക്കാട്ടാ. അപ്പൊ 12.45 പ്ലസ് എക്സ്. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും കേട്ടോ. ശരി, നമ്മൾ എന്ത് ചെയ്യണു? ഈ മൈനസ് എന്നുള്ളത് സമത്തിന്റെ അപ്പുറത്തേക്കാ കൊണ്ടുപോകാൻ പോവാട്ടാ. ഓരോന്ന് നമ്മുടെ ഉദ്ദേശം എന്താ? എനിക്ക് എക്സ് എന്നുള്ള സംഖ്യ കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ സമത്തിന്റെ അപ്പുറത്തേക്ക് 8.75 എന്നുള്ള മൈനസ് ഉള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോ എന്തായി മാറും? പ്ലസ് ആയി മാറും. അത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കണക്കില് സമത്തിന്റെ ഇപ്പുറത്തുള്ളത് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഉണ്ടാവുക. അതായത് ഇപ്പുറത്ത് പ്ലസ് ആണെങ്കിൽ അത് അങ്ങോട്ട് പോകുമ്പോ എന്താവും? മൈനസ് ആയി മാറും. ഇപ്പുറത്ത് മൈനസ് ആണെങ്കിൽ അപ്പുറത്തേക്ക് പോകുമ്പോ എന്തായി മാറും? പ്ലസ് ആയി മാറും. ഇവിടെ സമത്തിന്റെ ഇപ്പുറത്ത് ഇൻറ്റു ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോ ഡിവിഷൻ ആവും. ഡിവിഷൻ ആണെങ്കിൽ അവിടെ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇവിടെ മൈനസ് ആണ് വരുന്നത്. അപ്പൊ അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അത് രണ്ടും കൂടി പ്ലസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഈ മൈനസ് എന്നുള്ളത് അങ്ങോട്ട് പോയപ്പോഴാണ് ഈ പ്ലസ് കിട്ടിയത്. ടൈം തമ്മിൽ ആഡ് ചെയ്തു ഞാൻ അപ്പൊ തന്നെ. അപ്പൊ എത്ര കിട്ടി? 16.09 എന്ന് കിട്ടി.
എന്ത് 12.45 പ്ലസ് എക്സ് എന്നുള്ളതാണ് എനിക്ക് എന്ത് കിട്ടിയത് 16.09. ഇനി എക്സ് എത്ര അല്ലെങ്കിൽ ആ നമ്പർ ആണ് എന്റെ ഉദ്ദേശം. ആഡ് ചെയ്യാൻ എടുത്ത നമ്പർ അതിനെ ഞാൻ എക്സ് ആക്കിയിട്ട് എടുത്തേ ഉള്ളൂ. ഈ ആഡ് ചെയ്യാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഏതാ സംഖ്യ എന്ന് അറിയാനാണ് എന്റെ ഉദ്ദേശം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു 16.09 നിന്ന് ഇവിടെ പ്ലസ് ആയിട്ടല്ലേ കിടക്കണേ 12.45. അത് അങ്ങോട്ട് പോകുമ്പോ എന്തായി മാറും? ഇവിടെ മൈനസ് ഉള്ളത് അങ്ങോട്ട് പോയപ്പോ പ്ലസ് ആയി. അപ്പൊ ഇവിടെ പ്ലസ് ഉള്ളത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തായി മാറും? മൈനസ് ആയി മാറും. അതാണ് ഞാൻ ഇവിടെ കുറയ്ക്കാൻ ഇടുന്നത് കേട്ടോ. ഇത്തിരി പണിയുണ്ടേ, നമുക്ക് കുറച്ചൊന്നും മനസ്സിലാക്കാം. ആകെ തലപുകയുണ്ടാവും കേൾക്കുന്നത്. ഇതൊക്കെയാണ് അവ പറയണത്, ഒന്നും മനസ്സിലാവുന്നില്ല. നോക്കി നോക്കുക, ഇത് എത്രയാ 4 വരും. ഇവിടെ 5 10ആയി. അപ്പൊ എത്ര 6 3.64 എന്നുള്ളതാണ് സംഖ്യ ഉത്തരം കിട്ടുന്നത്. അതെങ്ങനെ കിട്ടി എന്ത് കിട്ടി എന്നുള്ളതാണ് നമുക്ക് വിഷമം. എങ്ങനെയാ പറയണേ? 12.45ന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് 8.75 കുറച്ചപ്പോൾ 7.34 കിട്ടി. എങ്കിൽ ഈ കൂട്ടിയ സംഖ്യ ഏതാണ്? അത് കണ്ടെത്താനുള്ളതിന് ഞാൻ എക്സ് എന്ന് വെറുതെ കൊടുത്തു, അല്ലെങ്കിൽ നമ്പർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എക്സ് കിട്ടാൻ വേണ്ടി ഈ 2 സംഗതികൾ മാത്രം സമത്തിന്റെ ലെഫ്റ്റിലിട്ടിട്ട് 8.75 എന്നുള്ളത് റൈറ്റിലേക്ക് കൊണ്ടുപോയി. മൈനസ് എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോ പ്ലസ് ആയി മാറും. അപ്പൊ ഇവിടെയുള്ള സംഖ്യയുടെ കൂടെ ഈ സംഖ്യ കൂടി ആഡ് ചെയ്തപ്പോ 16.09 എന്ന് കിട്ടി. ആ 16.09 ആണ്. അപ്പൊ 12.45 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? 16.09 എന്നായിട്ട് കിട്ടി. അതിൽ നിന്ന് എക്സ് കണ്ടെത്താൻ ഇവിടെ വീണ്ടും ഈ പറഞ്ഞ പോലെ പ്ലസ് സംഖ്യ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി മാറി. അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് ആൻസർ 3.64 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി ഇതിലൊരു വേർഡ് പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞു. ചെറിയൊരു ടോപ്പിക്കും കൂടി ഉണ്ട്, അതും കൂടെ ടീച്ചർ വേഗം എടുത്ത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അതായത് നമുക്ക് 1/2 എന്നുള്ള ഒരു ഫ്രാക്ഷനെ എങ്ങനെ ഡെസിമൽ ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. 1/2, അതുപോലെ 1/4, 1/8 എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുണ്ട് പ്രോബ്ലംസ്. അത് സൈഡ് ആക്ടിവിറ്റി ആണ്. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. 1/2 എന്നുള്ള സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ ഫോമിലാണ് കിടക്കുന്നത്, അതേത് എങ്ങനെ ആക്കാം, എന്ത് ഡെസിമൽ ആക്കുക എങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ഏതൊരു ഫ്രാക്ഷനെയും ഡെസിമൽ ആക്കണമെങ്കിൽ ഡിനോമിനേറ്റർ 10ഓ 100ഓ 1000ഓ അങ്ങനെയുള്ള റൗണ്ട് ഫിഗേഴ്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് ഈ 2 എന്നുള്ള സംഖ്യയെ നിയറസ്റ്റ് 10ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ 10ഓ 100ഓ 1000ഓ അങ്ങനെയുള്ള സംഖ്യ ആക്കാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അപ്പൊ 1/2 എന്നുള്ള സംഖ്യയുടെ ഡിനോമിനേറ്റർ ഞാൻ നിയറസ്റ്റ് 2നെ എന്താക്കി മാറ്റാനാണ് എളുപ്പം? 10 ആക്കി മാറ്റാം. കാരണം 2ന്റെ ടേബിളിൽ 10 ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ 2നെ 10 ആക്കി മാറ്റാൻ എന്താ ചെയ്യണ്ടേ? നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചു ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 2നെ 10 ആക്കാനായിട്ട് എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്താലാ 10 ആവുക? 5 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താലാണ് 10 ആവുക. നമുക്കറിയാം ഫ്രാക്ഷന്റെ ഒരു ഭാഗം മാത്രം ഒരു വർക്കിംഗ് ചെയ്യാൻ പാടില്ല. ന്യൂമറേറ്ററും അതേപോലെ തന്നെ കൊടുക്കണം. ഒരാൾക്ക് മാത്രം പങ്കിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മള് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തപ്പോ എനിക്ക് കിട്ടി 5/10. ഇതിന്റെ ഡെസിമൽ ഫോം നമുക്ക് കാണാൻ അറിയാലോ. എന്താ വരിക? 0.5 ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഫ്രാക്ഷൻസ് തന്നാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഡിനോമിനേറ്റർ സംഖ്യയെ എനിക്ക് 10 ആക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ 100 ആക്കാൻ പറ്റുമോ. അതായത് ആ ടേബിളിൽ, ആ സംഖ്യയുടെ ടേബിളിൽ 10ഓ 100ഓ 1000ഓ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്താലാണ് ആക്കാൻ പറ്റുക? ആ സംഖ്യ കൊണ്ട് ന്യൂമറേറ്ററിനെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരുമിച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കണം. അപ്പൊ 1/2ന് ഈക്വൽ ആയിട്ടുള്ള ഡെസിമൽ എന്താണ്? 0.5 ആണ്. 1/4 ആണ് ചോദിക്കുന്നത് എങ്കിലോ 1/4 ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുക? എന്താ ചെയ്യേണ്ടത്?
4ന്റെ ടേബിളില് 10 ഇല്ല. അപ്പൊ 10 ആക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാ. അപ്പൊ പിന്നെ എന്താ ചെയ്യുക നമ്മള്? 100 ആകാൻ പറ്റുമോ നോക്കണം. 4ന്റെ ടേബിളില് 100 ഉണ്ടോ എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റില്ല, കാരണം അത്രയും ടേബിൾ ഞാൻ എനിക്കിന്ന് കാണാണ്ട് അറിയില്ല. അപ്പൊ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ ഇല്ല എങ്കിൽ ടേബിളിൽ ഉണ്ട് എന്നല്ലേ അർത്ഥം. അപ്പൊ 2 4s are 8, 20, 5 4s are 20. ശിഷ്ടം 0 ആണെങ്കിൽ അതിന്റെ ടേബിളിൽ ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് 4നെ 25 കൊണ്ട് ഇൻഡു ചെയ്താൽ 100 കിട്ടും. 10 കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് പിന്നത്തെ നമ്പറായ 100ലേക്ക് ഞാൻ പോയത് കേട്ടോ. അപ്പൊ അതാ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 25 കൊണ്ട് ഇൻഡു ചെയ്തു. അപ്പൊ എനിക്ക് 25/100 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 0.25. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ് 3/8 ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ചെയ്യുക? 8ന്റെ ടേബിളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കണം. 8ന്റെ ടേബിളിൽ 100 ഉണ്ടോ? 10 ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. 100 ഉണ്ടോ എന്ന് നോക്കാനായിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 8ന് 180 is 8, 20, 6 2 8s are 16, 4 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? റിമൈൻഡർ വന്നു. റിമൈൻഡർ വന്നപ്പോ നമുക്ക് അതില്ല, ടേബിളിൽ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ നമ്മൾ നോക്കി 100 കഴിഞ്ഞാൽ പിന്നത്തെ സംഖ്യ എന്താ? 1000 ആണ്. 1000 ഉണ്ടോ നോക്കി നോക്കി. 20, 2 8s are 16, 4 40. അതെ ഉണ്ടല്ലോ നമുക്ക് അല്ലെ. ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് റിമൈൻഡർ കിട്ടി. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? അടിയിൽ 1000. നമുക്ക് 10ഓ 100ഓ 1000ഓ കിട്ടണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ എന്ത് വന്നു? 375/100 എന്ന് കിട്ടി. അതായത് 1000. അപ്പൊ എന്താ വരിക? 0.375. അങ്ങനെ ഇങ്ങനത്തെ നോർമൽ ഫ്രാക്ഷനെയും നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഡെസിമൽ ആക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇങ്ങനത്തെ ഫ്രാക്ഷൻ ഫോമിലുള്ള സംഖ്യകളെയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അതും കൂടെ ടീച്ചർ ചെയ്തത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ലെസണും വൈൻഡ് അപ്പ് ചെയ്തു. നല്ല രീതിയിൽ എഴുതി പഠിക്കണം, മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.